പതിവ് പോലെ ശരിക്കിരിക്കട്ടെ, ഞാൻ ഇന്ന് ബെഡ്റൂമിലിരിക്കുന്നത്. പതിവ് പോലെ ഞാൻ എൻ്റെ നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്ന് ഫ്രഷപ്പൊക്കെ ആയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചു എന്താ കഴിക്കേണ്ടതെന്ന് ഞാൻ ആലോചിച്ചിരിക്കുവാണിത്. അപ്പം ഞാൻ പറഞ്ഞില്ല എന്തോ കഴിക്കണം എന്ന് ഓർത്തിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് കഴിക്കണം. ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടുത്തെ ഒരു കറി വെച്ചിട്ടുണ്ടായിരുന്നേ, പക്ഷേ പിന്നെ ചീരയും കൊണ്ടാണ് കേട്ടോ. അതിന് ചപ്പാത്തി ഉണ്ട്, നല്ല ടേസ്റ്റ്. അപ്പോൾ എനിക്ക് ചപ്പാത്തി തിന്നാൻ ഭയങ്കര ബുദ്ധിമുട്ട് രാവിലെ ഉണ്ടാക്കണ്ടേ, അതുകൊണ്ട്. അപ്പം ഇന്ന് ചിയാ സീഡ് കഴിച്ചില്ല, മറന്നുപോയി. ചുമ്മാ ഇവിടെ നിന്ന് ടൈം പാസ് ചെയ്ത് വെറുതെ അവിടെ എവിടെയൊക്കെ ഇരുന്ന് കുറേ സമയം മൊബൈൽ നോക്കി. സമയത്രയായി 10 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ എന്ത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ ഇവിടെ കുറച്ച് ചൂടുവെള്ളം കുടിച്ചു ഡ്യൂട്ടിയിരുന്നേ, നൈറ്റ് ഡ്യൂട്ടി അല്ലേ, എണീക്കുമ്പോൾ കുറച്ച് ചൂടുവെള്ളം കുടിക്കും. അപ്പോൾ ഉണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യണം എന്ന്. അപ്പോഴാണ് മുട്ട 2 മുട്ട എടുത്തിട്ട് ഇവിടെ ഒരു ഇതുണ്ട്, ചീരയുണ്ട്. ഞാൻ കാണിച്ചുതരാം. ഞാൻ ഒരു പ്രാവശ്യം ഞങ്ങൾ ആ ചീരയും കൊണ്ട് ഞാൻ കറി വെച്ചെന്നാണ് തോന്നുന്നത്, ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങളെ. ഞാൻ അതിൽ നമുക്ക് അത് മുട്ടയ്ക്കകത്ത് ഇട്ടിട്ട് നമുക്ക് ഒരു മുട്ട ആംപ്ലേറ്റ് ഉണ്ടാക്കാം. അപ്പം നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ എന്ത് മുട്ട ആംപ്ലേറ്റിൽ ഞാൻ പറഞ്ഞില്ലേ, മീൻസ് ഇത് മുരിങ്ങയില ഏത് ചീര ഇട്ടാലും നല്ല അയറനാണ്, നല്ല ഇതാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചീരകളില്ലേ, പിന്നെ വേലിച്ചീര എന്ന് പറയുന്ന ചീരയില്ലേ, അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിടുവാണെന്നുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് നമ്മുടെ മുട്ടയ്ക്ക്. അപ്പോൾ ഉള്ളി അധികം ഇടരുത് കേട്ടോ, ഉള്ളി കുറച്ചിടാവുള്ളൂ, കുറച്ച് ഉള്ളിയും. അപ്പോൾ അതിൻ്റെ പകരം മല്ലിയില ഇടേണ്ട ആവശ്യമില്ല, ഈ ചീരകൾ ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തിട്ടിട്ട് പിന്നെ ഞാൻ ഉപ്മാവ് ഉണ്ടാക്കണം ഈ ചീര ഇടും കേട്ടോ. എനിക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ ഭയങ്കര ഇഷ്ടം. അതെന്നറിയോ, അത് ഭയങ്കര ബാക്ക് പെയിൻ നല്ലതാണ്. അപ്പം ആ ചീര ഇട്ടാണ് ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കാം കേട്ടോ. ഇതേ 2 മുട്ട ഇരിക്കട്ടെ. ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് അറിയാലോ, അതുകൊണ്ട് കുഞ്ഞായി കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്നലെ രാത്രിയിലുണ്ടല്ലോ, ആദ്യം പേഷ്യൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഉറങ്ങി, അതുകൊണ്ട് വലിയ കഷ്ടമൊന്നുമില്ല, ഉറക്കമൊന്നും വരുന്നില്ല. പിന്നെ കണ്ണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ടോ എനിക്ക് ഉറക്കം തൂങ്ങിയ പോലെ എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. അത് കാജൽ എഴുതാത്തതുകൊണ്ടാണ് കേട്ടോ, വാഷ് ചെയ്ത് കളഞ്ഞു. നമുക്ക് ഉള്ളി കുരുമുന കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് കഴിഞ്ഞ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ അധികം ഇടത്തില്ല, കുറച്ച് ഉള്ളി ഇടുന്നുള്ളൂ. അധികം ഉള്ളി കടിക്കുമ്പോൾ എനിക്ക് ഉള്ളി ഒന്നും ഇടാതെ ഇടുന്ന ഇഷ്ടം, പ്ലെയിനായിട്ട് പൊരിക്കുന്നത്. ഇത് കണ്ടോ, ഈ ഇലയാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടോ, അടുത്ത് കാണിച്ചില്ല. ഇത് കണ്ടോ, ഇത് ഒരു നമ്മുടെ ചീരയിൽപ്പെട്ടതാണ്. നമ്മളിവിടെ കന്നഡയിൽ പറയുന്ന സബ്ബഗി അങ്ങനെയാണ്ടാ പറഞ്ഞത്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ചിക്കനകത്തൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഇത് വാഷ് ചെയ്തിട്ട്, ഇതാണ് ഞാൻ ഇന്ന് മുട്ടയ്ക്കായിരുന്നു, വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഇലയും ചെറുതായിട്ട് അരിയണേ. ഞാൻ അരിഞ്ഞു കഴിഞ്ഞിട്ട് കാണിക്കാം. പാലൊക്കെ ഇടുന്നവരുണ്ട് മുട്ടയ്ക്കകത്ത്. നമുക്ക് ഏത് ചീരയും മുട്ടയ്ക്കകത്ത് ഇടാം, ഏത് ചീരയും. ഇപ്പോൾ ഒരു മുട്ട ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ഇടുവാണെങ്കിലുണ്ടല്ലോ, ചീരയൊക്കെ ഇടുവാണെങ്കിലുണ്ടല്ലോ, നമുക്ക് ഒത്തിരി ആയിട്ട് തോന്നും, വയറ് നിറയും. ചെറുതാക്കി അരിഞ്ഞിരിക്കുന്നത് കണ്ടോ, കുഞ്ഞാക്കി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 മുട്ടനെ നമുക്ക് പൊട്ടിക്കാം. ഇത് തിന്ന് കഴിയുമ്പോൾ ഇനി ഒരു 12:30 ആകുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് ചോറ് കഴിക്കും. നൈറ്റ് ആകുമ്പോൾ ഉണ്ടല്ലോ, 7 മണിയാകുമ്പോൾ കഴിക്കൂല. അപ്പം നമുക്ക് ഡൈജഷൻ ആകുന്നുണ്ട്, ഉച്ചയ്ക്ക് ചോറ് ഇരുന്ന വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് ഈ മുട്ടയ്ക്കകത്തേക്ക് ആദ്യം നമ്മുടെ ഉള്ളിനെ ഇടാം. ഇതുണ്ടോ, ഞാൻ ഈ മൊബൈൽ ഇവിടെ വെച്ചോണ്ടാണ് കേട്ടോ നിങ്ങളെ ഞാനിങ്ങനെ കാണിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇലയിടാം. അത്രയും കട്ട് ചെയ്ത് വേണ്ട, കാരണം ഒത്തിരി ആയിപ്പോലെ. ഇതുണ്ടോ, ഇത്ര മതി. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം. കൈ കൊണ്ടേ ഉള്ളൂ കേട്ടോ ഞാൻ ഉപ്പ്, എനിക്കതേ പാകം. ഇത് മതി. ഇനി കുറച്ച് മുളക് പൊടി ഇടട്ടെ. ഇതുണ്ട് മുളക് പൊടി. ഞാൻ പെപ്പർ ഇടുന്നുണ്ട്, കുറച്ച് മുളക് മതി.
ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ ബീറ്റ് ചെയ്യണം. നല്ലപോലെ മിക്സ് ആവും കേട്ടോ. ചീഞ്ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടിയല്ല, ദോശക്കല്ല്. ഇതുണ്ടോ? നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ. ഇത്ര മതി. കല്ലും എണ്ണയും നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മുട്ട ഇടാം. വേണ്ട, നമുക്ക് നല്ലപോലെ ചട്ടി കൊണ്ട് ഇതും കൊണ്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്താൽ മതി കേട്ടോ. വേണ്ട, നമുക്ക് എത്ര വലുപ്പം അനുസരിച്ച് നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി മൂടി വെച്ച് വേവിക്കുകയാണല്ലോ, ഇത് പൊങ്ങി വരുവേ. നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇത് കണ്ടോ, ഒരു സൈഡ് നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് മറിച്ചിടാം കേട്ടോ. ഇത് മുട്ടിപ്പോവോ? വന്നു. ഇവിടെ കുറച്ച് പോയായിരുന്നു, അവനെ നിരത്തി കേട്ടോ, നികത്തി. സൂപ്പറല്ലേ? ഇപ്പോൾ ഹെൽത്തി എഗ്ഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു കട്ടൻ ചായ കൂടെ കുടിച്ചാൽ ഞാൻ ഓക്കെ ആയി. ഇതുണ്ടോ, ആയിട്ടുണ്ട്. നമുക്ക് പയ്യെ അവനെ എടുത്ത് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. നോക്കിയേ, നല്ല ചീരയുടെയും ഉള്ളിയുടെയും ഒക്കെ. അപ്പോൾ എൻ്റെ ചീര എഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കട്ടൻ ചായ കൂടെ വെക്കട്ടെ കേട്ടോ. അത് നോൺ സ്റ്റവ് മീൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ സ്റ്റൗവിലാണ് വെക്കുന്നത്. മുട്ടയും കട്ടൻ കാപ്പിയും നല്ല ചൂടാണ് കേട്ടോ. മധുരമില്ല, മധുരം കുറവാണ്. ഇതുണ്ട്. ആ ചീരയുടെ ടേസ്റ്റ് സൂപ്പറാണ്. ഇത് അവിടെ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ പോയി എനിക്ക് തോന്നുന്നു കിട്ടുമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇത് കൂടുതൽ ഇവിടെ ഞാൻ കണ്ടിരിക്കുന്നത്. ഭയങ്കര ഫേമസ് ആയിരുന്നു. ഇത് കഴിച്ചാൽ പിന്നെ വയറങ്ങ് ഫുള്ളായിക്കോളും. ഇത് കഴിച്ചിട്ട് കുറച്ച് മൊബൈലൊക്കെ നോക്കിയിട്ട് ഒറ്റ ഉറക്കം. 4 o'clock എണീറ്റ് വർക്കൗട്ട് ഒക്കെ ചെയ്ത് അതിൻ്റെ ഇടയിൽ ഞാനൊരു 12:30 സമയം എത്രയായി നോക്കട്ടെ, 10:45. ഒരു 12:30 ആകുമ്പോൾ വിശക്കുവാണെങ്കിൽ കുറച്ച് ചോറ് കഴിക്കും. രാത്രിയിലെ കറി ഇരിപ്പുണ്ടായി, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി. ഞാൻ പറഞ്ഞ പോലെ 4 മണിക്കിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് കുളിച്ച് റെഡിയായി പോകാം. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ. അപ്പോൾ ഒരു കാര്യം, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ എല്ലാവരും കഴിച്ചായിരിക്കും അല്ലേ? അപ്പോൾ എല്ലാവർക്കും ബൈ.